ഹലോ ആൻഡ് വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഭാസ്കര പട്ടേലാർ ആൻഡ് മൈ ലൈഫ്, പോൾ സക്കറിയയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആൻഡ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി മൂവി ആയിട്ട് മാറിയിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണനാണ് ഡയറക്റ്റ് ചെയ്തത്. വിധേയൻ എന്നാണ് മൂവിയുടെ പേര്. സോ പോൾ സക്കറിയ എന്നാണ് അറിയപ്പെടുന്നത്. മലയാളം ലിറ്ററേച്ചറിൻ്റെ റൈറ്ററാണ്. അതുപോലെ ഷോർട്ട് സ്റ്റോറീസ്, നോവലാസ്, ട്രാവലോഗ്, സ്ക്രീൻ പ്ലേസ്, എസ്സേസ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസാണ് കുന്ന്, അതുപോലെ അമ്പാടി, ആർക്കറിയാം, സലാം അമേരിക്ക, കന്യാകുമാരി. അതുപോലെ ഭാസ്കര പട്ടേലാറും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നോവലയാണ്. സോ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഭാസ്കര പട്ടേലാർ ആൻഡ് മൈ ലൈഫ്. സോ ഈ ഒരു നോവലയുടെ അകത്ത് പറയുന്നത് ആ ഒരു പവർ, ഐഡൻറ്റിറ്റി, കാസ്റ്റ്, സോഷ്യൽ ഹൈറാർക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കേരളത്തിലുള്ള ആ ഒരു ഫ്യൂഡൽ സെറ്റപ്പൊക്കെയാണ് ഇതിൽ പറയുന്നത്. പണ്ട് കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ആ ഒരു ലാൻഡ് ലോർഡ്, അതുപോലെ ലോ ക്ലാസ് റിലേഷൻഷിപ്പ്, അങ്ങനൊരു സംഭവമാണ് പറയുന്നത്. സോ ഇവിടെ ഭാസ്കര പട്ടേലാർ എന്ന് പറയുന്ന ആൾ അപ്പർ കാസ്റ്റ് ലാൻഡ് ലോർഡാണ്. അതേപോലെ ഈ തൊമ്മി എന്ന് പറയുന്ന ആൾ ഒരു ലോവർ കാസ്റ്റ് സെർവൻ്റാണ്. അദ്ദേഹം എവിടുന്നോ വന്നിട്ട് ഇവിടെ ഈ പ്ലേസിൽ വന്നിട്ട് ആ ഒരു ഭൂമി കയ്യേറി താമസിക്കുന്ന ആളാണ്. ഈ സരോജ എന്ന് പറയുന്ന ക്യാരക്ടർ ഭാസ്കര പട്ടേലാറിൻ്റെ വൈഫാണ്. ഓമന എന്നത് തൊമ്മിയുടെ വൈഫ്. അതുപോലെ മറ്റ് വില്ലേജേഴ്സ് ഉണ്ട് ഈ ഒരു നോവലയിൽ. സോ ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞ ശേഷം ഡീറ്റെയിൽ സമ്മറി പറയാം. സോ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊമ്മി അവിടെ ഇരിക്കുകയാണ്. അപ്പം ആ തൊമ്മിയുടെ മുണ്ടിൻ്റെ ബാക്കിലൊന്ന് കീറിയിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈ ഭാസ്കര പട്ടേലാർ ഇങ്ങനെ വിളിക്കുകയാണ് ഈ തൊമ്മിയെ. അത് വളരെ നെഗറ്റീവായിട്ടുള്ള ലാംഗ്വേജിലാണ് വിളിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഭാസ്കര പട്ടേലാറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. 35 years ഓൾഡ് ആണെന്ന് തോന്നുന്നു. അതുപോലെ ലാർജാണ്, സിൽക്ക് ജുബയാണ് ധരിച്ചിരുന്നത്, ഫെയർ സ്കിൻഡാണ്. അതുപോലെ ഐസിനും ഹെയറിനും കോപ്പർ ടിൻ്റ് ഉണ്ട്, ബിഗ് മസ്റ്റാഷ് ഉണ്ട്. അതുപോലെ മറ്റേ ബീറ്റിൽ ജ്യൂസ് കാരണം ഇങ്ങനെ ലിപ്സൊക്കെ ഇങ്ങനെ ടിൻറ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. ആൻഡ് അതുപോലെ ഒരു കൂട്ടം ആൾക്കാർ ഭയങ്കര റെസ്പെക്റ്റോടു കൂടി അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ വിളിച്ച് വരുത്തുന്നുണ്ട്, വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇദ്ദേഹത്തിൻ്റെ ഈ മുണ്ട് കീറിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഭാസ്കര പട്ടേലാർ നമ്മുടെ തൊമ്മിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ പറഞ്ഞാൽ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. എവിടെയാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇച്ചിലമ്പടി എന്ന് പറയുന്നുണ്ട്. എത്ര ലാൻഡ് കുടിയേറിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ 5 acres എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചതാണോ, ഭാര്യയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്നുണ്ട്. 21 എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പ്രിട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഭാസ്കര പട്ടേലാറും ഇങ്ങനെ അവിടുത്തെ നാട്ടിലെ വുമണിനെയൊക്കെ റേപ്പ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് ആളാണ്. സോ ഭാസ്കര പട്ടേലാർ പറയുന്നുണ്ട്, ശരി ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ സുന്ദരിയാണോ എന്ന് പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഈ തൊമ്മിക്ക് അവിടെ ജോലി കൊടുക്കുന്നുണ്ട്. ഒരു ടോഡി ഷോപ്പിൽ സെർവറായിട്ട് ജോലി കൊടുക്കുന്നുണ്ട്. സോ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം ഈ മലയാളികളാണ് ഈ പട്ടേലരെ ഇത്രയും കറപ്റ്റഡ് ആക്കിയത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തൊമ്മി പട്ടേലാറിൻ്റെ തന്നെ സെർവൻ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഈ ഓമനയും ഈ പട്ടേലാർ റേപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഈ ആർഷാന മുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു റിച്ച് മെർച്ചൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ യങ്ങർ ബ്രദറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് വന്നു. പക്ഷേ ഈ ഭാസ്കര പട്ടേലാർ അയാളുടെ അടുത്ത് ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് പെരുമാറിയത്. അയാളെ ചവിട്ടി താഴെ ഇടുകയാണ് ചെയ്തത്. സോ യൂസേപ്പിച്ച എന്നായിരുന്നു അയാളുടെ പേര്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പരിചയമില്ലാത്ത ആളോട് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ തൊമ്മി ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ സരോജക്കയുടെ കാര്യം പറയുന്നുണ്ട്. ഈ സരോജക്ക എന്ന് പറയുന്നത് ഭാസ്കര പട്ടേലാറുടെ വൈഫാണ്.
സരോജക്ക വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഈ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സരോജക്ക ഈ ഭാസ്കര പട്ടേലാറിനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. അത് ഈ ഭാസ്കര പട്ടേലാറിന് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഭാസ്കര പട്ടേലാറിന് സരോജക്കയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് പറയുന്നൊരു രീതി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ടെമ്പിളിൻ്റെ പോണ്ടിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന കേസുകൾ പറയുന്നുണ്ട്. അപ്പം ഫൈനലി അതിനിടയ്ക്ക് പിന്നെ ഇവരുടെ ഒരു മകനുണ്ട്, പുറത്തെവിടെയാണ് പഠിക്കുന്നത്, വെക്കേഷന് മാത്രമേ വരത്തുള്ളൂ. ആ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഈ സരോജയെ പട്ടേലാർ കൊന്ന ശേഷം ഈ പട്ടേലാറും തൊമ്മിയും കൂടെ എസ്കേപ്പ് ആവുന്നുണ്ട്. പക്ഷേ അവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായി ഭാസ്കര പട്ടേലാറാണ് കൊന്നത് എന്ന്. അതുപോലെ ആ സ്ത്രീയുടെ സരോജയുടെ സഹോദരന്മാരൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഷോർട്ട് സ്റ്റോറി അവസാനിക്കുമ്പോഴത്തേക്ക് ഭാസ്കര പട്ടേലാറിനെ ഇങ്ങനെ വെടിവെച്ചിടുന്നു. ആ ഒരു തൊമ്മി ഭാസ്കര പട്ടേലാറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. സോ ആ ഒരു രക്ഷപ്പെടലെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫ്രീഡമാണ്, ഒരു സ്ലേവറിയിൽ നിന്നുള്ളൊരു ഫ്രീഡമായിട്ടാണ് കാണിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ ഭാസ്കര പട്ടേലാറിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. സോ ആ ഒരു പാസ്റ്റ് കാര്യങ്ങളും അതുപോലെ മാസ്റ്ററുമായിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പും സ്വന്തം ഐഡൻറ്റിറ്റിയുടെ കാര്യവും എല്ലാം തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഭാസ്കര പട്ടേലാർ ഇത്ര ക്രൂവലായിരുന്നെങ്കിൽ പോലും ഈ തൊമ്മി തൊമ്മി എന്ന് പറയുന്ന ആൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടും ലോയലായിട്ടും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു.